പവർ കട്ടിന്റെയും ലോഡ് ഷെഡിങ്ങിന്റെയും കാലം. കേരളത്തിലാകെ വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നതിൽ ഗണ്യമായ ഒരു പങ്കും ഇടുക്കിയിലാണ്, ഇവിടെയാണ്. പക്ഷേ കേരളത്തിൽ വൈദ്യുതി ഉണ്ടായിരുന്നില്ല. പവർ കട്ടും ലോഡ് ഷെഡിങ്. വ്യവസായങ്ങൾക്ക് 100% പവർ കട്ട്. ഇവിടെ എവിടെയെങ്കിലും ഒരു തേയില ഫാക്ടറി ഉണ്ടെങ്കിൽ KSEB-യുടെ കറണ്ട് ഇല്ല, വേണമെങ്കിൽ ജനറേറ്റർ വെച്ച് പ്രവർത്തിപ്പിച്ചോളൂ. അതാണ് 100% കട്ട്. അങ്ങനെ ഒരു നാടായിരുന്നു കേരളം. ആശുപത്രികളിൽ മരുന്നില്ല, ഡോക്ടർമാരില്ല, ചികിത്സയില്ല. ഇപ്പൊ വന്ന മാറ്റം എന്താ? കഴിഞ്ഞ മാസം രാജ്യമാകെ ചർച്ച ചെയ്ത പ്രധാനപ്പെട്ട ഒരു വാർത്ത, കേരളത്തിലെ ഒരു ജില്ലാ ആശുപത്രി, സർക്കാർ ജില്ലാ ആശുപത്രി മനുഷ്യ ഹൃദയം മാറ്റിവെച്ചു. ഇന്ത്യയിൽ ആദ്യമായി നമ്മുടെ എറണാകുളം ജില്ലാ ആശുപത്രി. എറണാകുളം ജില്ലാ ആശുപത്രിയിൽ മസ്തിഷ്കാഘാതം സംഭവിച്ച ഒരു മനുഷ്യന്റെ അന്ത്യാഭിലാഷ പ്രകാരം അദ്ദേഹത്തിന്റെ ഹൃദയം എടുത്ത് മറ്റൊരു രോഗിയുടെ ശരീരത്തിൽ വെച്ചു പിടിപ്പിച്ചു. വളരെ സങ്കീർണമായ ഓപ്പറേഷനാണ്, ശസ്ത്രക്രിയയാണ്. അത് ഇന്ത്യയിൽ ആദ്യമായി ഒരു ജില്ലാ ആശുപത്രിയിൽ നടത്തി. നമ്മുടെ ആശുപത്രികളുടെ മാറ്റമാണത് സൂചിപ്പിക്കുന്നത്. ഇടുക്കിയിലെ മെഡിക്കൽ കോളേജ്, ഒരു ആശുപത്രിയുടെ മുമ്പിൽ മെഡിക്കൽ കോളേജ് എന്ന് ബോർഡ് എഴുതി വെച്ചിട്ട് കാര്യമില്ല. അവിടെ അതിനനുസൃതമായ സൗകര്യങ്ങളും സംവിധാനങ്ങളും എല്ലാം ഉണ്ടാവണം. 4 സർക്കാർ മെഡിക്കൽ കോളേജുകൾ പത്തനംതിട്ട, ഇടുക്കി, വയനാട്, കാസർഗോഡ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ്, ഏതാനും മാസം മുൻപാണ് ദേശീയ അംഗീകാരം നേടിയെടുത്ത്. ഇപ്പോഴാണ് മെഡിക്കൽ കോളേജായത്. ഇനിയും കുറെ കൂടി മാറ്റം വരാനുണ്ട്. പക്ഷേ ഈ മാറ്റങ്ങളെല്ലാം ഉണ്ടായത് നമ്മുടെ ഈ കാലത്താണ്. ഇതെല്ലാം പാതി വഴിയിൽ വെച്ച് നിലയ്ക്കണോ എന്നതാണ് നമ്മുടെ മുൻപിലുള്ള ചോദ്യം. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ഒറ്റ കാര്യം കൂടി, ഈ 10 കൊല്ലത്തെ ഏറ്റവും വലിയ നേട്ടം എന്താണ്? കേരളത്തിലെ ഏറ്റവും വലിയ നേട്ടം, അതിനൊരു ഉത്തരമില്ല. പലർക്ക് പല ഉത്തരമായി. സ്കൂളിൽ പഠിക്കുന്ന കുട്ടി പറയും, സ്കൂൾ തുറക്കുന്നതിന് മുൻപ് പാഠപുസ്തകം കിട്ടിയതാണ് ഏറ്റവും വലിയ നേട്ടം. ചെറുപ്പക്കാരൻ പറയും, നിയമന നിരോധന ഉത്തരവില്ലാതെ PSC വഴി നിയമനങ്ങൾ നടത്തിയതാണ്, ഇപ്പൊ ഞങ്ങൾക്ക് പ്രതിമാസ സ്റ്റൈപ്പൻഡ് കിട്ടി, അതൊരു വലിയ നേട്ടമാണ്. ഇപ്പോ ഇന്ത്യയിൽ 100 സർക്കാർ ജോലികൾ ആളെ എടുക്കുമ്പോൾ അതിൽ 60-ലധികം കേരളത്തിലാണ്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റും? ഇന്ത്യൻ ജനസംഖ്യയിൽ 2-3% കേരളം, അത്രയേ ഉള്ളൂ. പക്ഷേ ഇന്ത്യയിലെ സർക്കാർ ജോലികളിൽ 60%-ലധികം കേരളത്തിലാണ്. പബ്ലിക് സർവീസ് കമ്മീഷൻ മുഖാന്തരം 100 പേർക്ക് ഇന്ത്യയിൽ ജോലി കിട്ടിയാൽ അതിൽ 61-62 പേർ കേരളത്തിലാണ്. കേരളത്തിന്റെ 4 ഇരട്ടി വലുപ്പമുള്ള UP ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളുണ്ട്. ഈ സംസ്ഥാനങ്ങളിൽ ആകെ നടക്കുന്ന സർക്കാർ നിയമനങ്ങളിൽ 60%-ലധികം കേരളത്തിലാണ്. അങ്ങനെ സംഭവിക്കുന്നത്? അത് സാമാന്യ യുക്തിക്ക് നിരക്കുന്ന ഒരു കാര്യമല്ലല്ലോ, പക്ഷെ അത് സത്യമാണ്. എന്താ കാരണം? ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു, ഇനി അങ്ങനെ കാര്യമായ സർക്കാർ ജോലിയൊന്നും കൊടുക്കണ്ട, പകരം ദിവസക്കൂലിക്ക് വേണമെങ്കിൽ ആളെ വയ്ക്കുക, കരാർ ജോലി. നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിക്കൊക്കെ പോലെ കരാർ ജോലി, തുച്ഛമായ വേതനമേ ഉണ്ടാവും, പെൻഷൻ ഉണ്ടാവില്ല, മറ്റാനുകൂല്യങ്ങളൊന്നും ഉണ്ടാവില്ല. പോലീസിലോ മറ്റോ അത്യാവശ്യം ആളെ വേണമെങ്കിൽ PSC വഴി എടുക്കും, അതേ ഉള്ളൂ. കേരളത്തിലോ 10 കൊല്ലത്തിനിടയിൽ 3 ലക്ഷം ആളുകൾ, ചെറുപ്പക്കാർ ഗവൺമെന്റ് ജോലിക്കാരായി മാറി ഈ കേരളത്തിൽ. അതാണ് മാറ്റം, ചെറിയ മാറ്റം. അപ്പൊ ഓരോ വിഭാഗത്തിനും അവരുടേതായ നേട്ടങ്ങൾ ചൂണ്ടിക്കാണിക്കാനുണ്ട്. വീട്ടമ്മമാരോട് ചോദിച്ചാൽ വീട്ടമ്മമാരുടെ പെൻഷൻ പറയും. ക്ഷേമ പെൻഷൻ കിട്ടുന്നവരോട് ചോദിച്ചാൽ 2000 രൂപയായി വർദ്ധിപ്പിച്ച് കുടിശ്ശികയില്ലാതെ വിതരണം ചെയ്തെന്ന് പറയും. ചിലർ കേരളത്തിലെ റോഡുകൾ പറയും. പവർ കട്ടില്ലാത്ത നാടായി കേരളത്തെ മാറ്റിയെന്ന് പറയും. ഇങ്ങനെ ഒരുപാട് ഉത്തരങ്ങളുണ്ട്. ഇതെല്ലാം ശരിയുമാണ്. എന്നാൽ ഇതുപോലെ ഒരിക്കലും മറന്നുപോകാൻ പാടില്ലാത്ത, അഥവാ ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്ന്, കേരളത്തിൽ സമാധാനമായി ജീവിക്കാം എന്നതാണ്. സമാധാനമായി ജീവിക്കാം. അപ്പൊ നിങ്ങൾ കരുതി ഇത് വലിയ കാര്യമാണോ? ആണ്. ഇന്ത്യയിൽ ഇത്രമാത്രം സമാധാന അന്തരീക്ഷം, നിർഭയമായി ജീവിക്കാനുള്ള അന്തരീക്ഷം, സംതൃപ്തമായി നിർഭയമായി ജീവിക്കാനുള്ള അന്തരീക്ഷം മറ്റെവിടെയില്ല. ഓരോ സംസ്ഥാനത്തു നിന്നും പുറത്തു വരുന്ന വാർത്തകൾ എത്ര വേദനാജനകമാണ്. മനുഷ്യർ തെരുവിൽ കൊല്ലപ്പെടും, ആക്രമിക്കപ്പെടും. മതത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ, വിശ്വാസത്തിന്റെ പേരിൽ, കഴിക്കുന്ന ഭക്ഷണത്തിന്റെ പേരിൽ മനുഷ്യർ കൊല്ലപ്പെടുന്നു.
എന്തൊരു ലോകമാണ്! ഇദ്രിസ് പാഷ കൊല്ലപ്പെട്ടത് തൊട്ടടുത്ത് കർണാടകയിലാണ്. ഉത്തരേന്ത്യയിലെ കാര്യം മാത്രമല്ല, ഇങ്ങ് വന്നു, അതിർത്തി വരെ എത്തി നിൽക്കുന്നു. മലയാളിയായ ഒരു ചെറുപ്പക്കാരൻ അഷറഫ്, പട്ടാപ്പകൽ മൃഗീയമായി അയാളെ അടിച്ചു കൊന്നത് കേരളത്തിന്റെ അതിർത്തിക്കപ്പുറത്ത് മംഗലാപുരം, അതും കർണാടകയുടെ ഭാഗമാണ്, കോൺഗ്രസ് ഭരിക്കുന്നിടത്താണ്. അതിർത്തി വരെ എത്തി. ആൾക്കൂട്ട കൊലപാതകങ്ങൾ, വർഗീയ സംഘർഷങ്ങൾ, വിദ്വേഷത്തിന്റെ രാഷ്ട്രീയം. കേരളത്തിൽ പക്ഷെ 10 കൊല്ലമായി വർഗീയ കലാപങ്ങളില്ല, പോലീസ് വെടിവെപ്പുകളില്ല, സംഘർഷങ്ങളിൽ കൊല്ലപ്പെട്ട മനുഷ്യരുടെ അനുഭവം ഇവിടെയില്ല. അതെന്താണ്? കേരളത്തിലെ വർഗീയവാദികളെല്ലാം വിസയെടുത്ത് ഇന്ത്യ വിട്ടുപോയോ? ഇല്ല. എല്ലാ വർഗീയവാദികളും ഇവിടെ ഉണ്ട്, നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ മാളത്തിൽ ഒളിച്ചിരിക്കുക, പുറത്തിറങ്ങാൻ പറ്റില്ല. എന്താ കാരണം? കേരളത്തിൽ വർഗീയ അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാക്കിയാൽ, ഇവിടെ വർഗീയ കലാപത്തിന് കോപ്പുകൂട്ടിയാൽ, വിദ്വേഷത്തിന്റെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചാൽ, കയ്യിൽ ചെങ്ങലയിട്ട് തുറങ്കിലടയ്ക്കാൻ കെൽപ്പുള്ള കരുത്തുള്ള ഒരു സർക്കാർ, LDF സർക്കാർ ഇന്ന് കേരളത്തിൽ അധികാരത്തിലുണ്ട്. അതുകൊണ്ട് വർഗീയവാദികൾ മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ്. എന്നാൽ UDFന്റെ കാലത്ത് എങ്ങനെയായിരുന്നു? ബഹുമാന്യരായ കോൺഗ്രസിന്റെ നേതാക്കന്മാർ, എണ്ണം പറഞ്ഞ നേതാക്കന്മാർ, ഉമ്മൻചാണ്ടി, AK ആന്റണി, കരുണാകരൻ, ഇവരെല്ലാം മുഖ്യമന്ത്രിമാരായിരുന്ന ഘട്ടത്തിൽ എന്തായിരുന്നു സ്ഥിതി? എത്രയെത്ര വർഗീയ കലാപങ്ങൾ! ആ കലാപങ്ങളിൽ കൊല ചെയ്യപ്പെട്ട എത്രയെത്ര നിരപരാധികളായ മനുഷ്യർ! ഈ ആമ്പാറ്റകളെ പോലെ നിരപരാധികളായ മനുഷ്യർ കൊല്ലപ്പെട്ട എത്ര വർഗീയ സംഘർഷങ്ങളുടെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. കേരളം മറക്കാൻ ആഗ്രഹിക്കുന്ന എത്ര അനുഭവങ്ങൾ! ഞാൻ ഓരോന്നും വിശദീകരിച്ച് ആ അനുഭവങ്ങൾ വീണ്ടും ചർച്ചാ വിഷയമാക്കണം എന്ന് കരുതുന്നില്ല.